മറ്റുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ മറന്ന് മനസ്സറിഞ്ഞ് ചിരിക്കാൻ ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? അപ്പൊ അതിനായി നിങ്ങൾക്ക് വേണ്ടി വളരെ രസകരമായ കുറേയധികം സംഭവങ്ങളുമായിട്ടാണ് ഫണ്ണിസ്റ്റ് മൂമെന്റ് സീരീസിലെ ഈ പുതിയ എപ്പിസോഡുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ആ സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി നമുക്കിവിടെ കാണാൻ വേണ്ട ഭയങ്കരമായൊരു ചർച്ച നടക്കുകയാണ്. ചർച്ച നടന്ന് കത്തി കാട് കയറി നിൽക്കുകയാണ്. ജെൻഡർ ന്യൂട്രാലിറ്റിയും ലിംഗവൈവിധ്യവും ഒക്കെയാണ് ചർച്ചാ വിഷയം. സ്മിത മാഡം അവിടെ ഉണ്ട്. അവർക്ക് അധ്യാപിക എന്നല്ലേ നിങ്ങൾ ഇട്ടിരിക്കുന്നത്? എന്നാൽ അധ്യാപകൻ എന്നിട്ട് എന്താ? നേരത്തെ വിദ്യാർത്ഥിനി വേണ്ട, വിദ്യാർത്ഥി നിട്ടാ മതി. ശരി, അങ്ങനെയെങ്കിൽ പുരുഷന്റെ പൊതുബോധത്തിൽ മീശ ഉണ്ടാവണമല്ലോ. അങ്ങേക്ക് മീശയില്ലോ. അടുത്തതായി നമ്മളിവിടെ കാണുന്നത് ഒരു അച്ഛൻ തന്റെ മകൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന വളരെ ആനന്ദകരമായ ഒരു നിമിഷമാണ്. കണ്ടുവിട്ട് രണ്ട് കഴിഞ്ഞിട്ട് അങ്ങനല്ല, ഞാൻ മേടിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് ഇങ്ങനെ മേടിക്കാൻ അപ്പൊ പറഞ്ഞാൽ മതി. സർപ്രൈസ്, ഇത് പുതിയ യൂണിഫോം, സ്കൂളിൽ പോട്ടെ. മനുഷ്യനായി കഴിഞ്ഞ സ്കൂളിൽ പോട്ടെ, യൂണിഫോം. എടാ ഒന്നിനെത്ര? അര. മൂന്നിനോ? അര. അപ്പൊ ഇതോ? അര. എല്ലാരെയോ? അര. അടിപൊളി. നല്ല കൃത്യമായി പെർഫെക്റ്റ്ലി വെൽ ബാലൻസ്ഡ് ആയ ഒരു ആൻസർ ഷീറ്റ്. നമുക്ക് പലർക്കും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ പെട്ടെന്ന് സ്വീറ്റ്സ് ഒക്കെ കഴിക്കണമെന്ന് തോന്നും. ഈ ഉമ്മാക്കും അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു ആഗ്രഹം തോന്നി. അതുകൊണ്ട് തന്റെ മകനോട് മധുരമുള്ള എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു. അവനാണെങ്കിൽ ആ ദൗത്യം വളരെ സീരിയസ് ആയിട്ട് തന്നെ ഏറ്റെടുക്കുകയും ചെയ്തു. മധുരമുള്ള എന്തോ വാങ്ങാൻ വേണ്ടി പറഞ്ഞു. അവർ അരക്കിലെ പഞ്ചസാര. ഓക്കെ, മധുരത്തിനൊട്ടും കുറവായിരുന്നു. ധരിച്ച് എന്റെ കുട്ടികൾ കൊടുന്ന മുട്ടായി. Here I come. Oh, here I come. No, 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 no. സെലിബ്രേഷന്റെ ആ ഒരു പവറിൽ പാവം അറിയാതെ നേരെ ബോൾ എറിഞ്ഞത് 6 ലൈനിലേക്കാണ്. അറ്റ്ലീസ്റ്റ് കുറച്ചു നേരമെങ്കിലും വെയിറ്റ് ചെയ്യാമായിരുന്നില്ലേ? എന്തായാലും ക്രിക്കറ്റിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഇതുകൂടി കണ്ടോ. ഗൈസ്, ഇവിടുത്തെ കളി കഴിഞ്ഞപ്പോ ഒരാൾ ചോദിക്കുക അടുത്ത കളി ഇവിടെ തന്നെയാണോ എന്ന്. അടുത്ത കളി വെയിറ്റ് ചെയ്തു. നമ്മൾ ടിക്കറ്റ് എടുത്തല്ലേ, അടുത്ത കളി ഇവിടെ കണ്ടിട്ട് പോകാതെ വേറെണ്ണം. ചെന്നൈ ഇവിടെ ഫീൽഡ് ചെയ്ത, അല്ലെങ്കിൽ ധോണി എവിടെ നിൽക്കുന്നത്? എല്ലാം തന്നെ ധോണി എവിടെ നിൽക്കുന്നത്? സച്ചിൻ, സച്ചിൻ പേര് സച്ചിൻ എന്നാ. സാരമില്ല, എല്ലാവർക്കും എല്ലാ കളിയെ പറ്റിയൊന്നും വലിയ ബോധം ഉണ്ടാവില്ലല്ലോ. ക്വയറ്റ് നാച്ചുറൽ. ഇനി എന്തായാലും ഈ അടുത്തൊന്നും അവന്റെ കണ്ണിന് അസുഖം വരാൻ സാധ്യതയില്ല. കാരണം ഒരു 10 അസുഖം വന്നാലും ഒഴുക്കേണ്ട അത്ര മരുന്ന് ഇപ്പൊ അവന്റെ കണ്ണിലുണ്ട്. അടുത്ത സംഭവത്തിൽ നമ്മൾ വലിയൊരു മിറക്കിളാണ് കാണാൻ പോകുന്നത്. ഇവിടെ കാണുന്ന ഈ കുട്ടിയില്ലേ, അവന് സംസാരിക്കാൻ കഴിയില്ല. അപ്പൊ ആ കുട്ടിയെ സംസാരിപ്പിക്കാനായിട്ട് ആ കുട്ടിയുടെ അമ്മ ഒരു ദിവ്യന്റെ അടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. மாசமா அப்படியே பேச முடியாம மூக்குழிய ரத்தமா ஊத்திக்கிட்டு சரி, இன்னையோட நம்ம ஆபரேஷன் பண்ணி அனுப்ப போறோம். என் செல்லம் கை வச்சதுன்னா ரத்தமும் வராது, கத்தியும் வைக்காது, ஒரு பைசா செலவும் கிடையாது. எத்தனை பேர் விசுவாசிக்கிறீங்க? விசுவாசிக்கிறீங்களா? சுவாமி இப்பயும் கொடுங்க இதோட மறையற்ற மேசுவின் நாமத்துல. அவன் ஒழுங்கா பேச மாட்டான் தானே சொன்னீங்களா? இப்ப பேசுவான் பாரு. மைக் கொடுங்க. இப்படி நான் சொல்றேன். ஏசப்பா ഓ, ദിവ്യന്റെ കഴിവ് വർക്ക് ചെയ്തു ഗൈസ്. വാവ്.
ആ കുട്ടി അത്രയും നേരം അതിനെ കണ്ടിട്ട് ഒരു കുഴപ്പമില്ലാതിരിക്കുകയായിരുന്നു. വെറുതെ ആർത്തി വിളിച്ച് അതിനെ കൂടി പേടിപ്പിച്ചു. ബിസിനസ്, ദിസ് ഈസ് ബിസിനസ്, അല്ലാതെന്താ? ഇപ്പോഴത്തെ കാലത്ത് ഫ്രണ്ട്സിനെയൊക്കെ ഫോണിൽ വിളിച്ച് പ്രാങ്ക് ചെയ്യുന്നത് വളരെ പോപ്പുലറാണ്. അതുകൊണ്ട് ഇപ്പൊ എന്താ, ഓരോരുത്തന്മാർക്ക് ഫ്രണ്ട്സ് ഇപ്പൊ ഫോൺ വിളിക്കുമ്പോൾ എടുക്കാൻ തന്നെ പേടിയാണ്. ഹലോ ചേട്ടാ, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കട്ടെ? വേണ്ട, ചോദിക്കണ്ട. സമയമില്ല. എന്നിട്ട് ഇനി റെക്കോർഡ് ചെയ്തിട്ട് എന്നെ ഉൾക്കാനല്ലയോ എന്റെ പാർട്ടി എടുക്കും. അല്ല, ഇത് ബിറ്റ്വീൻ നമ്മൾ തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. നീ റെക്കോർഡ് ചെയ്യും, സൗകര്യമില്ല. എടാ ഇല്ല, റെക്കോർഡ് ചെയ്യാൻ ഇല്ല ഇല്ല. ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ പറയുന്നത് കേക്ക്. സൗകര്യമില്ല, വേണ്ട, താല്പര്യമില്ല. നീ എവിടെ നിക്കുന്നു ഇപ്പൊ? ഞാനിപ്പോ ഒരു മലയിലാണ്. ഒരു മലയിലാണ് മല കയറുക. മല കേറും. പിന്നെ മല കേറി കഴിയുമ്പോ വെള്ളം ഒഴിക്കാൻ മറക്കല്ലേ? ഓ, എന്റെ കയ്യിൽ എസ് മോഡൽ കത്തിയില്ലാതായി പോയി. ഒന്ന് പോടോ. ഇനിയിപ്പൊ അഥവാ വളർന്നാലോ? റൊമാൻറ്റിക് ആവുന്ന സമയത്ത് ചേച്ചീനെ വിളിക്കുന്ന പേര് ഡാഷാണ്. നിങ്ങൾ അച്ഛന്റെ ഡാഡിയുടെ റൊമാൻറ്റിക് ആയിട്ടുള്ള മുഖം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ അച്ഛൻ റൊമാൻറ്റിക് ആവുന്ന സമയത്ത് അമ്മേനെ വിളിക്കുന്ന പേര് ഇപ്പൊ കേട്ടോ. ചേട്ടാ ഗോ ഹെഡ്. പിള്ളേരറിയട്ടെ അതെന്താണ് എഴുതാൻ പോണെന്ന് പിള്ളേർക്ക് അറിയാതെ എന്താ ചേട്ടാ? എഴുതിക്ക്. ഇതല്ലേ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കട്ടെ, ടെലികാസ്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പൊ അത്തരം സാധനങ്ങൾ മാത്രമേ എഴുതിയാൽ മതി. എന്താ ചേട്ടാ എഴുതിയേക്കുന്നത്? കാണിച്ചു. ഭയങ്കര പേരാ. നിങ്ങളൊന്നും കേട്ടിട്ടുണ്ടാവില്ല ഇതുവരെ. എവിടെ നോക്കട്ടെ? ഇതുവരെ കേരളത്തിൽ ആരും വിളിക്കാത്ത പേരാ. നോക്കട്ടെ ചേട്ടാ, കാണിച്ചേ. കാണിക്കങ്ങോട്ട്. എനിക്ക് പേടിയാ. കാണിക്കങ്ങോട്ട്. ചേ, എന്തോ ഓന്തുമൂറിന്നാ. ഇത്രയും സുന്ദരമായുള്ള മുഖത്ത് നോക്കി ഓന്തുമൂറിന്നാ. അണ്ണൻ റൊമാൻസ് കിങ് തന്നെ. പ്രവാസിയായ മകൻ നാട്ടിൽ വന്ന് പാരന്റ്സിനെ സർപ്രൈസ് ചെയ്യുന്നതാണ് നമ്മൾ ഇനിയോടെ കാണുന്നത്. മതി. ഓ, കറച്ചില്ല. എടാ പൊന്നു തള്ള, ഞാനെത്തിയില്ലേ? ഇതാ കറച്ചില്. പിന്നെ ചെറിയൊരു പ്രാങ്ക് കാണാം. നമ്മൾ പൊതുവെ ചാർജിങ് കേബിൾ ചാർജ് ചെയ്യാൻ മാത്രമാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷെ ആക്ച്വലി ചാർജിങ് കേബിൾ മൾട്ടിപർപ്പസ് ആണ്. അത് വേറെ പലതിനും ഉപയോഗിക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രത്തോളമായിരുന്നു? വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.